തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. അതിനായി മഞ്ഞൾപ്പൊടി, ഒരൽപ്പം മുളക് പൊടി, ചിക്കന് മാത്രം ആവശ്യമായ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ച് വെക്കാം. ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്തത്, സവാള അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് പേസ്റ്റാക്കി ചേർക്കണം. മസാലയ്ക്കായി മുളകും മല്ലിയും വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർക്കാം. ഇവിടെ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തെടുത്തതിന് ശേഷം ആ ചൂടായ ചീനച്ചട്ടിയിൽ തന്നെ നമ്മുടെ പെരിഞ്ജീരകവും തക്കോലം, ഗ്രാമ്പൂ, ഏലക്കായ്, പട്ട എന്നിവ ഒന്ന് ചൂടാക്കേണ്ട ആ ചൂടായ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിനെ നമുക്ക് പൗഡറാക്കാം. നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇനി നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി. എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം അത് കുറച്ചുകൂടെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്യാനിടുക. ഫ്രൈ ചെയ്യാനായിട്ടിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞ് പോകേണ്ട, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിനൊക്കെ പൗഡറാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ 1 സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് ഫുൾ മസാലയും ഇട്ട് കൊടുത്തിട്ടില്ല. ഇതിനി നമുക്കൊരു വിസിൽ വന്നതിന് ശേഷം ബാക്കി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്ത് കഴിഞ്ഞു, ആവിയൊക്കെ പോയി. ഇനി നമുക്ക് ബാക്കി മസാല കൂടെ ഇതിലേക്ക് ചേർക്കാം. പൊടിച്ച് വെച്ചിരുന്ന ബാക്കി മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി കൊടുക്കണം. ഞാൻ നോക്കി കൊടുത്തു, കറക്റ്റാണ്. നല്ലോണം തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിനൊരു താളിപ്പും കൂടി വേണം. ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഉള്ളിയും ഇട്ട് താളിക്കണം. ഉള്ളി നല്ലോണം മുരിഞ്ഞു പോകരുത്. മുരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. എന്നിട്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം. ഉടനെ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോൾ നമുക്കത് യോജിപ്പിച്ചാൽ മതിയാവും. ഇച്ചിരി വേകാത്ത കപ്പയാണ് കിട്ടിയത് കേട്ടോ. ഈ ഒരു വേകാത്ത കപ്പയും ചിക്കൻ കറിയും ഫ്രൈയും ഈ സലാഡും ചേർത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.